എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ ചാനലിനകത്ത് വേദയുടെ വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേദയുടെയും വിക്രത്തിന്റെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രാത്രിയെ കമല വേദനെ വീട്ടിൽ കിടക്കാണ്ട് സമ്മതിക്കണം. കാരണം ആ പാതിരാത്രിയില് പിന്നെ വേദ എങ്ങോട്ട് പോകാനാ? പോരാത്തേന് ബോബിയും കൂട്ടരും വന്ന് അറ്റാക്ക് ചെയ്യുകയും ചെയ്തല്ലോ. അതുകൊണ്ട് രാത്രിയിൽ അവിടെ വേദന കിടക്കാൻ സമ്മതിച്ചു. പക്ഷെങ്കിൽ അത് മാഷിന് ഇഷ്ടപ്പെട്ടില്ല. മാഷ് പറഞ്ഞു ഈ രാത്രി കുഴപ്പമില്ല, പക്ഷെ നാളെ നേരം വെളുക്കുമ്പത്തേനും ആ പെങ്കുച്ചിനെ നേരെ പറഞ്ഞു വിട്ടേക്കണം. കാരണം വിക്രത്തിന്റെ സ്വഭാവം അറിയാലോ. അവന് അതെ ആരെയും കൂസാക്കാത്ത സ്വഭാവം. അത് മാത്രമല്ല ഒരു പെണ്ണ് കെട്ടി ജീവിക്കാനുള്ള പ്രാപ്തിയും കാര്യങ്ങളൊന്നും അവനില്ലാന്ന് പറയണം. എപ്പോ വരുന്നു എപ്പോ പോകുന്നു അവന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള അവനൊക്കെ പെണ്ണ് കെട്ടിയിട്ട് പിന്നെ അതിനും കൂടെ ചെലവിന് കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് വരൂ എന്നൊക്കെ പറയാം. കമലിക്കാണ് വല്ലാത്ത വിഷമം. രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ഉറങ്ങാനാന്ന് പറ. കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ വേദയുടെ മുഖമാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. പാവം കുട്ടി എത്ര നല്ല സുഖ സൗകര്യത്തിൽ ജീവിച്ച ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കണേ. ഈ സമയം വേദ ആ മുറിക്കകത്ത് കിടക്കുക. വേദയുടെ മനസ്സിലേക്ക് വീടും വീട്ടുകാരെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുവാണ്. ശങ്കരനാരായണനെ കുറിച്ചും മുത്തശ്ശിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും. ഒരു പക്ഷേ മുത്തശ്ശി പറഞ്ഞ് ശരിയായിരിക്കും. ആ ശുഭമുഹൂർത്തത്തില് തന്റെ കഴുത്തിൽ വിക്രം താലി കെട്ടിയതുകൊണ്ടായിരിക്കും താനിപ്പോ ഇങ്ങനെ ഈ അവസ്ഥയിൽ. ഒരു പക്ഷെ ഇതെല്ലാം ഭഗവാന്റെ ഒരു കളികളായിരിക്കും. ഭഗവാനായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. തനിക്കുള്ള ആളെ നേരത്തെ വിധിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ദർശനമല്ല, വിക്രമാനെ തന്റെ ജീവിതത്തിലേക്ക് വരണ്ടിരുന്ന ഭഗവാൻ നേരത്തെ കരുതിയിട്ടുണ്ടായിരിക്കണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ വേദ കിടക്കുവാണ്. പക്ഷെ വേദയ്ക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തില് അങ്ങനെ നേരം വെളുപ്പിക്കുകയാണ്. ഈ സമയം വിക്രം പാതിരാത്രി വന്നിട്ടുണ്ടായിരുന്നു. പാതിരാത്രി വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വിക്രം അങ്ങോട്ട് പോകുന്ന സമയത്ത് കമല പറഞ്ഞു, അതെ ഒരു കാര്യം എനിക്ക് പറയാണ്ടെന്ന് പറയും. എന്താ? ആ കുട്ടി ഇവിടെ ഉണ്ടെന്ന് പറയാണ്. ഏത് കുട്ടി? എടാ നീ കല്യാണം കഴിച്ച കുട്ടി. അമ്മയ്ക്ക് എന്താ ഭ്രാന്തായെന്ന് ചോദിക്കുക. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവളെ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ഏതോ ഒരു വൃത്തിയുടെ സമയത്ത് തോന്നിയ ഒരു കാര്യം അത് അവളുടെ കഴുത്തിൽ താലി അർത്താനായിട്ട് എന്നും പറഞ്ഞോണ്ട് അവളെ ഇവിടെ കയറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവളെ ഭാര്യയായിട്ടൊന്നും സങ്കല്പിക്കില്ലെന്ന് പറയണം. കൂട്ടത്തിൽ കൂട്ടാനും പോകുന്നില്ലെന്ന് പറയാം. ദേ നീ കാരണം ആ കുട്ടിയുടെ ജീവൻ നശിച്ചിരിക്കുന്നേ. പിന്നെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. എനിക്കൊരു താല്പര്യമില്ല. അവള് പോവാണെ പൊക്കോട്ടെ. അവളുടെ ജീവിതം ഒരിക്കലും ഇവിടെ സേഫ് ആയിരിക്കില്ലെന്ന് അറിയാന്ന് പറയാം. നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ അമ്മ തന്നെ പറഞ്ഞു വിട്ടണം. അമ്മ ഇവിടെ കയറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ പറഞ്ഞു വിട്ടോണം എന്നൊക്കെ പറയണം. പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ എന്ത് ചെയ്യുവാണ്? വേദ അവിടെ നിന്ന് പോവാണ്. കാരണം വേദ പോകുന്ന മറ്റൊരിടത്തേക്ക് വരുന്നില്ല. എന്റെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണം. തലേ ദിവസമാണെങ്കിൽ ശ്രീജ കൊണ്ടുവന്ന് വേദയ്ക്ക് ഇടാനായിട്ട് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരു അവസ്ഥയിലാണ് വേദ അങ്ങോട്ട് കയറി വരുന്നേ. അപ്പൊ കയ്യിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ. പിന്നീട് മുത്തശ്ശി എന്ത് ചെയ്യുവാണ്? വേദയ്ക്ക് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ്. വേദയുടെ കുറെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒരു ബാഗിനകത്താക്കി മുത്തശ്ശി വേദയ്ക്ക് കൊണ്ടേ കൊടുത്തു. വേദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു മുത്തശ്ശിനെ കണ്ടതും. മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് വേദ കരയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, വേണ്ട മോളെ, നിനക്ക് ഈ ബന്ധം വേണ്ട, നീ അങ്ങോട്ട് തിരികെ വരാൻ പറയണം. വേണ്ട മുത്തശ്ശി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എനിക്ക് വിധിച്ചിട്ടുള്ള ഇതായിരിക്കും. ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെന്നൊക്കെ പറയാം. പക്ഷെ മുത്തശ്ശിക്കും വല്ലാത്ത വിഷമമായിരുന്നു. താൻ അങ്ങനെ ചെറുതിലേ തൊട്ട് പറഞ്ഞ് അവളുടെ മനസ്സിൽ എങ്ങനെ കയറ്റി വെച്ചോണ്ടാണോ അതോ ഇനിയിപ്പോ ഭഗവാൻ അവൾക്ക് കൊടുത്ത തീരുമാനമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് ഭഗവാന്റെ തീരുമാനമായിരിക്കും. അവൾക്കൊരു നല്ല ജീവിതമായിരിക്കും കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇത് അവളുടെ വിധിയായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലല്ലോ. ഈ സമയം രാധ അങ്ങോട്ട് വരുന്നുണ്ട്. വിക്രത്തിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും വിക്രം നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എന്റെ രാധ വിളിച്ചെഴുന്നേപ്പിക്കുകയാണ്. പെട്ടെന്ന് വിക്രം അങ്ങ് ചാടി എഴുന്നേറ്റു. നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചെന്ന് ചോദിക്കാം. ഇത് എന്തൊരു ഉറക്കമാ മനുഷ്യ, ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയണം. ഇതേ മനുഷ്യന് സമാധാനം കളയല്ലേ. അല്ലെങ്കിൽ തന്നെ രാത്രി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഓരോ ഊടായ്പകളും എന്നൊക്കെ പറയണം. ഇതേ സ്വന്തമായിട്ട് വരുത്തി വെച്ചല്ലേ, അല്ലാതെ വേറെ ആരും വരുത്തി വെച്ചല്ലോ. അല്ല ആ കൊച്ചു പോയെന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല, നീ പോയി അന്വേഷിക്കാൻ പറയണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെയെങ്ങും വേദനെ കണ്ടില്ല. അപ്പൊ പോയി കാണുമായിരിക്കും. അപ്പൊ ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുവാണ്. ഈ സമയത്ത് കമല വന്നിട്ട് പറഞ്ഞു, നീ ഫുഡ് കഴിക്കുന്നില്ലെന്ന് ചോദിക്കുക. ഞാൻ കഴിച്ചോളാന്ന് പറയണം. രാധ പറഞ്ഞു, ഞാൻ എടുത്തോടെ തരാം. ദൈവത്തെ ഓർത്ത് നീ എടുക്കണ്ടെന്ന് പറയണം. ഞാൻ എടുത്തോടെ തരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനുള്ള ഫുഡ് പോയി രാധ എടുത്തോണ്ട് വരിക. എന്നിട്ട് വിക്രത്തിനോട് കഴിക്കാൻ പറയാം. വിക്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ വിക്രം, നീ കഴിഞ്ഞ കാലത്തെ കുറിച്ചൊക്കെ ഓർത്താണോ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിനക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് ഈ രാധ മാത്രമായിരിക്കും. നീ വെറുതെ അപ്പോഴത്തെ ആ സമയത്തിന് മനസ്സിൽ തോന്നിയൊരു കുരുട്ടുബുദ്ധി അത്ര മാത്രം. അവളുടെ മുന്നില് അവളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യല്ലേ, അതത്ര കാര്യമായിട്ട് എടുക്കണ്ട. അവള് പോയില്ലേ, ഇനിയിപ്പൊ സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയാ. ഫുഡ് കഴിക്കുക, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞോണ്ട് രാധ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ. അപ്പൊ രാധയ്ക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. രാധ മുമ്പോട്ട് അവളെ വന്നോണ്ടിരിക്കുന്നല്ലേ. അങ്ങനെ വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തോണ്ട്
അങ്ങോട്ടേക്ക് വേദ വരുന്നേ. വേദ അങ്ങനെ വരുമ്പോഴത്തേനും വിക്രം അങ്ങോട്ട് ചെല്ലുവാണ്. വിക്രം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ അങ്ങോട്ട് കയറി വരിക. വിക്രം ഒരു നിമിഷം വേദനെ ഒന്ന് നോക്കി, മൈൻഡ് ചെയ്യാതെ വേദ അകത്തേക്ക് അങ്ങോട്ട് കയറി വരികയാണ്. അപ്പം വേദ വരുന്ന കണ്ടിട്ടാണ് വിക്രം അങ്ങോട്ടേക്ക് ചെന്നത്. വേദയുടെ വരവ് വിക്രത്തിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയം രാധയാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഇവള് പോയെന്ന് കരുതിയതാണ്, പിന്നെ ഇവള് തിരികെ കയറി വന്നിരിക്കുന്നു. അപ്പോഴേക്കും കമല ഓടി വന്നു. അല്ല മോളെ, ഞാൻ ഇങ്ങോട്ട് പോന്നമ്മേ, എന്റെ വീടല്ലേ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, അല്ല മോളെ, ഇനിയിപ്പം അമ്മ പേടിക്കൊന്നും വേണ്ട. എന്റെ കഴുത്തിൽ താലി ആർത്തിരിക്കുന്ന അമ്മയുടെ ഇളയ മകനല്ലേ, ഞാൻ അയാളുടെ ഭാര്യ, ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറയണം. ഈ താലി വലിച്ചു പൊട്ടിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിടത്തേക്കും പോകത്തില്ലെന്ന് പറയാം. രാധയാണ് ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിനകത്തൊരവസ്ഥ രാധ ഇങ്ങനെ നിൽക്കുകയാണ്. വെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാധ കാണുന്ന കാഴ്ച വേദനയാണല്ലോ. ഈ സമയം കമല വെച്ചു, അല്ല മോള് ഫുഡ് എന്തെങ്കിലും കഴിച്ചായിരുന്നു നിൽക്കും. ഇല്ല, എന്നാ മോള് ഇവിടെ ഇരിക്കുക, ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞ കമല പോയി അവൾക്ക് ഫുഡ് എടുത്തോണ്ടെന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അവൾ കഴിക്കാൻ തുടങ്ങുകയാണ്. ആ സമയം വിക്രം അങ്ങോട്ട് വന്നു. ഓഹോ, അപ്പൊ നീ ഇവിടുന്ന് ഫുഡും കഴിച്ച് ഇവിടെ അങ്ങോട്ട് കൂടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഫുഡ് അങ്ങോട്ട് എടുക്കണം മുമ്പിൽ നിന്ന്. നീ അങ്ങനെ ഇപ്പൊ കഴിച്ച് ഇവിടെ സുഖിച്ച് ജീവിക്കണ്ട, കഴിക്കലും കുടിക്കലും ഒക്കെ നിന്റെ വീട്ടിൽ ചെന്നിട്ട് മതി, ഇവിടെ വേണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അവൾ പറഞ്ഞു, അതെ മര്യാദയ്ക്ക് വിക്രം ആ ഫുഡ് ഇങ്ങോട്ട് തരാൻ പറയണം. ഓഹോ, അങ്ങനെ എനിക്ക് തരാൻ സൗകര്യമില്ലെന്ന് പറയണം. ഇങ്ങ് തരുന്നുണ്ടോന്ന് ചോദിക്കണം. തന്നില്ല നീ എന്ത് ചെയ്യുന്നു ചോദിക്കാം. തന്നില്ല എന്ത് ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, ഫുഡ് തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഫുഡ് കഴിച്ചിട്ട് സ്ഥലം കാലിയായിക്കോണം ഇവിടുന്ന്. പറഞ്ഞു കേട്ടോ, പിന്നെ ഇവിടെ നിന്നെ കണ്ടുപോയേക്കല്ലെന്ന് പറയണം. ഇത് കേട്ടതും അവള് വേദ പറഞ്ഞു, അങ്ങനെ ഞാൻ പോകാനായിട്ട് കൂട്ടാക്കില്ല, അങ്ങനെ പോകാനല്ല ഞാൻ വന്നതെന്ന് പറയണം. ഓ, അപ്പൊ നിനക്ക് പോകാനായിട്ട് ഒരു തീരുമാനം ഇല്ലല്ലേ, എന്നാൽ ഞാൻ തന്നെ അങ്ങോട്ട് ഇറങ്ങി പോയേക്കാം, പക്ഷെ ഒരു കാര്യം, വൈകുന്നേരം വരുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോയേക്കലെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം രാധയ്ക്ക് വല്ലാത്ത വിഷമം. രാധയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല അങ്ങോട്ട് വന്ന്, എന്താ മോളെ നിൽക്കേ, ഒന്നും ഇല്ലാന്ന് പറയണം. രാധ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകണം, കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങോട്ട് പോകുന്നേ. രാധയ്ക്ക് മനസ്സിലായി തനിക്ക് ഇനി ഇവനെ കിട്ടാൻ പോകുന്നില്ല, കാരണം വിക്രം താലിയാർത്തി പെണ്ണാണ്. എത്രയെന്ന് പറഞ്ഞാലും വിക്രം കിട്ടിയ താലിയാണ് അവളുടെ കഴുത്തേ കിടക്കണേ. അങ്ങനെ വിക്രം കൂടെ ഇറങ്ങിപ്പോയിക്കുമ്പോൾ ശ്രീജ വന്നിട്ട് പറഞ്ഞു, അല്ല വേദ, ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ, വേദ നല്ല സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു താലി കിട്ടിയതിന്റെ പേരിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? വേദയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന, വേദ ഇവിടെ നിൽക്കേണ്ട, പോകാൻ നോക്കാൻ പറയണം. വേദ പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാൻ പോകത്തില്ല. ഈ സമയത്ത് അങ്ങോട്ട് നന്ദിത വന്നിട്ട് പറഞ്ഞു, പോയില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നുള്ളൂ, അവരുടെ സ്വഭാവം അറിയത്തില്ലോ, 2 ദിവസം ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേനും തോന്നും പോയാൽ മതിയായിരുന്നു. ഇപ്പോഴാണ് വലിയ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, പക്ഷേ എങ്കിൽ ഭാര്യയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയണം. വേദ പക്ഷെ അവര് പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. താൻ കിടന്ന മുറിയിലേക്ക് ആ ബാഗ് കൊണ്ടേ വെക്കുവാണ്. കമലയ്ക്കാണ് വല്ലാത്ത ഒരു വീർപ്പുമുട്ടല്. അപ്പോഴേക്കും മാഷ് വന്നിട്ട് ചോദിച്ചേ, എന്താ അവള് പോയില്ലേ എന്ന് ചോദിക്കാം. അത് പിന്നെ അവള് പോയിട്ട് തിരികെ വന്ന് പറയാം. ഓഹോ, അപ്പൊ അവള് രണ്ടും കൽപ്പിച്ചല്ലേ, ഞാൻ എന്താ ചെയ്യേണ്ട മാഷേ, എനിക്കറിയില്ല എന്ന് പറയാം. എല്ലാം നീയല്ലേ, നിന്റെ മോൻ ചെന്ന് കുരുത്തക്കേടല്ലേ, ഇനി എന്താന്ന് വെച്ചാൽ അനുഭവിച്ചോ, എന്നെ ഇതിനകത്തേക്ക് ഒന്നും വിളിച്ചേക്കല്ല അതേതെന്നും പറഞ്ഞോണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയണം. അന്ന് പകലങ്ങനെ കഴിഞ്ഞുപോയി. വൈകുന്നേരം ഒക്കെ 6 കഴിഞ്ഞപ്പോഴത്തേനും വിക്രം തിരികെ വരുവാണ്. വിക്രം തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളവിടെ നിൽക്കുവാണ്. അവളെ കണ്ടതും വിക്രത്തിന് ഇഷ്ടപ്പെട്ടില്ല. നിന്നോട് പോകാൻ പറഞ്ഞിട്ട് നീ പോയില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോ കമല പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളോട് ചൂടാവണ്ടെന്ന് പറയണം. ചൂടായാൽ എന്ത് ചെയ്യുന്നു ചോദിക്കുക. പെട്ടെന്ന് വേദയ്ക്കാണ് വല്ലാത്തൊരു വീർപ്പുണ്ടലായിപ്പോയി. അപ്പോഴേക്കാണ് വിക്രത്തിന്റെ ഫോണിലേക്ക് ആ കോള് വരുന്നേ. വിക്രം കോള് അറ്റൻഡ് ചെയ്യുമ്പോൾ അനിയൻകുട്ടനായിരുന്നു. അനിയൻകുട്ടൻ വിളിച്ചിട്ട് ഇന്നലെ ബോബി രാത്രി പണി കൊടുത്ത കാര്യങ്ങളൊക്കെ പറയണേ വീട്ടിൽ കയറി. അപ്പോഴാണ് വിക്രം ആ കാര്യം അറിയുന്നത്. പെട്ടെന്ന് വേദയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞോണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല, നീ എന്ത് ചെയ്യാൻ പോവാന്ന് പറയണം. കയറി എന്റെ ബൈക്കിനും പുറയിലെന്ന് പറയാം. അങ്ങനെ വേദനയും കയറ്റിക്കൊണ്ട് അങ്ങ് ചീറിപ്പാഞ്ഞു പോവാണ്. അവർക്ക് ആർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. എടാ വിക്രം എന്നൊക്കെ പറഞ്ഞ് കമല പുറകെ വന്നെങ്കിലും വിക്രം മൈൻഡ് ചെയ്യാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവുക ചെയ്തേ. വേദയ്ക്ക് അറിയില്ല എങ്ങോട്ടാ കൂട്ടിക്കൊണ്ട് പോകുന്നെന്ന്. നേരെ ചെന്നേ ബോബിയുടെ സംഘത്തിന്റെ ഇടയിലേക്കായിരുന്നു. അങ്ങോട്ട് അങ്ങ് ചെന്നിട്ട് ഇതിൽ ആരാണ് നിന്റെ നിരക്ക് കൈപൊക്കിയെന്ന് ചോദിക്കാം. വേദ നോക്കി കഴിഞ്ഞപ്പോ തന്നെ തലവസം വന്ന് തന്നെ ഗുണ്ടകളാ. വേദയുടെ നോട്ടം കണ്ടപ്പോ തന്നെ വിക്രത്തിന് കാര്യം മനസ്സിലായി. പിന്നെ അവിടെ ഒരു അടിയുടെ പൊടി പോരുമായിരുന്നു. വേദ ഇങ്ങനെ ആപ്പാടെ ഒരു ഞെട്ടലോട് നിൽക്കുക. പിന്നീട് ബോബിയോട് ചോദിച്ചു, ഇതെന്റെ പെണ്ണ, അറിയാലോ നിനക്ക്, ഞാൻ താലി കെട്ടി എന്റെ പെണ്ണ, ഇവളുടെ നേരെ കൈവെക്കാൻ ധൈര്യമുള്ള ആരടാ, ഏതാനാടാ, എങ്കിൽ വാടാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഹാര താണ്ഡവം തന്നെ ആടുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അപ്പോഴാണ് വേദ നോക്കുമ്പോഴത്തേനും വിക്രത്തിനെ കുത്താനായിട്ട് ബോബി പുറയുന്ന ഇങ്ങനെ വരുവാണ്. പെട്ടെന്ന് വേദ വിക്രം അലറി വിളിച്ചപ്പോഴത്തേനും പെട്ടെന്ന് വിക്രം അങ്ങ് സൈഡ് മാറി. ബോബിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
ഒരു നിമിഷം നെഞ്ചിലൊരു പിടച്ചിലുണ്ടായി. തന്റെ കഴുത്തിൽ താലി ചാർത്തിയ ആളാണ്, എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്നൊരു ചിന്ത ഉണ്ടാവുകയാണ്. അറിയില്ല, എത്രയാന്ന് പറഞ്ഞാലും എത്ര കൊള്ളയിടത്താനാണെങ്കിലും താലി കെട്ടിയ ആളല്ലേ. അതും ഇങ്ങനെ തനിക്ക് വേണ്ടിയിട്ട് കിടന്ന് പോരാടി കഴിയുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ലോ. അങ്ങനെ അവരെയൊക്കെ പഞ്ഞിക്കിട്ട് അവസാനം വേദേനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.